ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഫാസി എന്നിവരെയും മോഡൽ കെ സൗമ്യയും എക്സൈസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 10 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് വിട്ടയച്ചത്. ഈ കേസിൽ നേരത്തെ പിടിക്കപ്പെട്ട തസ്ലിമായുള്ള സാമ്പത്തിക ഇടപാടുകൾ വ്യക്തത വരുത്താനാണ് എക്സൈസ് മൂവരെയും വിളിപ്പിച്ചത്. എന്നാൽ ഇവർക്ക് ഈ കേസുമായി ബന്ധമില്ലെന്നാണ് എക്സൈസിന്റെ നിഗമനം. വാർത്തകൾ വിശദമായി. നടൻ ഷൈൻ ടോം ചാക്കോയെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനമായി. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ലഹരിയിൽ നിന്ന് തനിക്ക് മോചനം വേണമെന്നും നടൻ തുറന്നു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനമായത്. അതേസമയം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ മെഡിക്കൽ രേഖകൾ ഹാജരാക്കി. ഡി അഡിക്ഷൻ സെന്ററിലെ ചികിത്സാ രേഖയാണ് ഹാജരാക്കിയത്. ഷൈൻ ടോം ചാക്കോയുടെ അച്ഛനും അമ്മയും എത്തിയാണ് രേഖകൾ കൈമാറിയത്. നേരത്തെ ചോദ്യം ചെയ്തപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്ന് ഷൈൻ അറിയിച്ചിരുന്നു. കഞ്ചാവ് കേസിൽ റാപ്പർ വേടന് ജാമ്യം. ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലാണ് വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. പിടിച്ചെടുത്ത കഞ്ചാവിന്റെ അളവ് കുറവായതിനാലാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടിയത്. വേടനൊപ്പം കേസിൽ അറസ്റ്റ് ചെയ്ത മ്യൂസിക് ബാൻഡിലെ അംഗങ്ങളായ 8 പേരെയും ജാമ്യത്തിൽ വിട്ടു. കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പർ വേണ്ട കയ്യിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയതായി പോലീസ് വ്യക്തമാക്കി. പരിശോധനയിൽ പ്രത്യേകം കത്തി, മഴു തുടങ്ങിയ ആയുധങ്ങളാണ് പിടിച്ചെടുത്തത്. ഈ സംഭവത്തിലാണ് ആയുധ നിയമപ്രകാരം കേസെടുക്കുന്ന കാര്യം പോലീസ് പരിഗണിക്കുന്നത്. അതേസമയം ആയുധങ്ങളല്ലെന്നും വിവിധ കലാപരിപാടിയിൽ ലഭിച്ച സമ്മാനങ്ങളാണെന്നുമാണ് വേടൻ പോലീസിനോട് പറഞ്ഞത്. കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പർ വേണ്ടനെതിരെ പുല്ലിപ്പല്ല് മാലയുടെ പേരിൽ വനം വകുപ്പ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ കോടനാട്ടെ വനം വകുപ്പ് ഓഫീസിലേക്കാണ് കൊണ്ടുപോയ വേടനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തമിഴ്നാട്ടിലെ ഒരു ആരാധനാണ് തനിക്ക് പുലിപ്പല്ല് സമ്മാനിച്ചതെന്നാണ് വേടന്റെ മൊഴി. എന്നാൽ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന പുലിപ്പല്ലാണെന്നാണ് വേടൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കുറ്റം തെളിഞ്ഞാൽ 3 മുതൽ 7 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ശിക്ഷ ലഭിക്കാവുന്നതാണ് ഈ കുറ്റം. വിഖ്യാത സംവിധായകനും ഛായാഗ്രഹനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. അർബുദ ബാധിതനായ ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ വഴുതക്കാട് ഉദാര ശിരോമണി റോഡിലെ വസതിയായ പിറവിയിലായിരുന്നു അന്ത്യം. ദേശീയ അന്തർദേശീയ തലങ്ങൾ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭ ആയിരുന്നു ഷാജി എൻ കരുൺ. 40ഓളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച ഷാജി പിറവി, സോപാനം, സോം, വാനപ്രസ്ഥം, നിഷാദ്, കുട്ടിസ്രാങ്ക്, AKG എന്നിങ്ങനെ ഒരുപിടി കലാമൂല്യമുള്ള ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു. മികച്ച ഛായാഗ്രഹമുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയിട്ടുള്ള മലയാള ചിത്രമാണ് പിറവി. സോം എന്ന ചിത്രം കാൻമേളയിലെ പ്രധാന മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ആദ്യ മലയാള ചലച്ചിത്രം കൂടിയാണ്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. പബ്ലിക് സർവന്റ് എന്ന സംരക്ഷണം നൽകാതെയാണ് തനിക്കെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തതെന്നും CBI അന്വേഷണത്തിനുള്ള കേരള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും അപ്പീലിൽ ആവശ്യപ്പെടുന്നു. ഹർജിയിൽ തീരുമാനം എടുക്കും വരെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. യാത്രക്കാർക്ക് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാൻ ടോൾ പിരിക്കുന്നതിലാണ് ജില്ലാ കളക്ടറുടെ കടുത്ത നടപടി. കേരള കർണാടക അതിർത്തിയിലെ ബന്ദിപ്പൂർ യാത്രാ നിരോധനത്തിൽ നിലപാട് വ്യക്തമാക്കി കർണാടക സ്പീക്കർ UT ഖാദർ. ബന്ദിപ്പൂർ വനമേഖലയിലുള്ള രാത്രി യാത്രാ നിരോധനം ഉടൻ നീക്കാനാവില്ലെന്ന് കർണാടക സ്പീക്കർ UT ഖാദർ വ്യക്തമാക്കി. PK ശ്രീമതി ടീച്ചർക്ക് പാർട്ടിയിൽ യാതൊരു വിലക്കും ഉണ്ടായിട്ടില്ലെന്നും ടീച്ചർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അത്തരമൊരു കാര്യം നടന്നിട്ടില്ലെന്നും CPM നേതാവ് KK ശൈലജ പറഞ്ഞു. പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് ആർക്കും വിരമിക്കലില്ലെന്നും സജീവമായി പ്രവർത്തിക്കുന്ന നേതാവാണ് PK ശ്രീമതി എന്നും KK ശൈലജ പറഞ്ഞു. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും കോളറ പകരാൻ സാധ്യതയുള്ള ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരത്ത് മരണമടഞ്ഞ ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. തനിക്കെതിരായ വ്യാജ ലഹരി കേസിലെ മുഖ്യപ്രതി നാരായണദാസിനെ പിടികൂടിയതിൽ സന്തോഷമുണ്ടെന്ന് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി. ബംഗളൂരിൽ നിന്നാണ് വ്യാജ ലഹരി കേസിലെ മുഖ്യപ്രതി നാരായണദാസിനെ അന്വേഷണ സംഘം ഇന്നലെ പിടികൂടിയത്. വ്യാജ ലഹരി കേസ് അന്വേഷിക്കുന്നതിന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. വ്യാജ ലഹരി കേസിലെ മുഖ്യപ്രതി നാരായണദാസ് പോലീസ് കസ്റ്റഡിയിലൂടെ അന്വേഷണത്തിൽ പുരോഗതി പ്രതീക്ഷിച്ച് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി. അറസ്റ്റിൽ സന്തോഷം പ്രകടിപ്പിച്ച ഷീല സണ്ണി തന്റെ ബാഗിലും സ്കൂട്ടറിലും വ്യാജ ലഹരി വസ്തു വെച്ചതിന് പിന്നിൽ മരുമകളും അവരുടെ സഹോദരിയുമാണെന്നും പറഞ്ഞു. നാരായണദാസിനെ ചോദ്യം ചെയ്തതിലൂടെ വ്യാജ ലഹരി വസ്തുക്കൾ ഷീല സണ്ണിയുടെ സ്കൂട്ടറിലും ബാഗിലും ആര് വെച്ചു എന്നത് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് ഷൊർണൂരിൽ നിന്ന് കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 3 പേരെ കണ്ടെത്തി. കൂനത്തറ സ്വദേശികളായ 3 പേരെയാണ് കോയമ്പത്തൂർ നിന്ന് കണ്ടെത്തി. ഇന്നലെ രാവിലെ മുതലായിരുന്നു ഇവരെ കാണാതെ. 3 കുട്ടികളും സുരക്ഷിതരാണെന്ന് പോലീസ് അറിയിച്ചു. കൊല്ലം പൂയപ്പള്ളിയിൽ ഭാര്യയെ സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്കും ജീവപര്യന്തം. കരുനാഗപ്പള്ളി സ്വദേശിനി തുഷാരയുടെ മരണത്തിൽ ഭർത്താവ് ചന്ദലാലും അമ്മ ഗീതലാലിയുമാണ് കൊല്ലം അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്.
കൊല്ലം പൂയപ്പള്ളിയിൽ തുഷാര കൊലക്കേസ് വിധിയിൽ തൃപ്തിയുണ്ടെന്ന് തുഷാരയുടെ കുടുംബം വിധിയെ സ്വാഗതം ചെയ്തെങ്കിലും മകൾ നേരിട്ട വേദനയ്ക്കൊന്നും പകരമില്ലായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ മിസൈൽ അടക്കമുള്ള സഹായം നൽകാൻ ചൈന ഒരുങ്ങുന്നതിനിടെ ഇന്ത്യക്ക് പിന്തുണ ആവർത്തിച്ച് അമേരിക്ക. പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നുവെന്ന് അമേരിക്ക വ്യക്തമാക്കി. US ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുകയും എല്ലാ ഭീകരപ്രവർത്തനങ്ങളെയും ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെയും പ്രസ്താവനകൾ ആവർത്തിച്ചുകൊണ്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ഡാബി ബ്രൂസ് വ്യക്തമാക്കി. രാജസ്ഥാൻ പരീക്ഷ എഴുതാതെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊണ്ട് ചിക്കൻ മുറിപ്പിച്ച സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ. പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥി അത് തുടരാൻ സമ്മതിക്കാത്ത അധ്യാപകൻ മറ്റൊരു അധ്യാപികയ്ക്കായി വാങ്ങിയ ചിക്കൻ മുറിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. പൊതുവേദിയിൽ വെച്ച് ASP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അടിക്കാൻ കൈയൊങ്ങി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ബലവാഗയിലെ പൊതുപരിപാടിയിലാണ് സിദ്ധരാമയ്യ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറിയത്. മുംബൈ ഭീകരാക്രമണത്തിന് മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയുടെ കസ്റ്റഡി 12 ദിവസത്തേക്ക് കൂടി നീട്ടി കോടതി ഉത്തരവിട്ടു. 18 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ NIA ഇന്നലെ റാണയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഫ്രാൻസിൽ നിന്ന് 26 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ കരാർ ഒപ്പിട്ട് ഇന്ത്യ. 5 ദിവസത്തിനു ശേഷം അതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയെടുത്ത BS ജവാനെ വിട്ടയക്കാതെ പാകിസ്ഥാൻ. 4 തവണ ഫ്ലാഗ് മീറ്റിംഗ് നടത്തിയിട്ടും പശ്ചിമബംഗാളിലെ ഫ്ലൂഗി സ്വദേശി പൂർണ്ണം കുമാർ ഷായെ വിട്ടയക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അബദ്ധത്തിൽ അതിർത്തി കടന്ന BS ജവാനെ ഇന്ത്യയുടെ തിരിച്ചടി ഒഴിവാക്കാനുള്ള കവചമായി പാകിസ്ഥാൻ ഉപയോഗിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. ജവാനെ പാകിസ്ഥാൻ പിടിച്ചുവച്ചിരിക്കുന്ന സാഹചര്യം അമിത്ഷാ വിലയിരുത്തി. 24 മണിക്കൂറും ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കണമെന്ന് ജീവനക്കാരോട് പഞ്ചാബ് സർക്കാർ. 2017 മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഇറക്കിയതിന് സമാനമായ ഉത്തരവാണ് ഇന്നലെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ കണ്ണകി മുരുകേശൻ ദുരഭിമാനക്കൊല കേസിൽ 9 പ്രതികളുടെ ജീവപര്യന്തം തടവ് ശരിവെച്ച് സുപ്രീം കോടതി. മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ പ്രതികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. സിന്ധു നദിയിലൂടെ വെള്ളമൊഴുകിയില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തമൊഴുകുമെന്ന് പലവിളി നടത്തിയ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോയ്ക്ക് മറുപടിയുമായി AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ സൈനിക നടപടിയെന്ന് ഭയന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉടൻ ആക്രമണം ഉണ്ടായേക്കുമെന്നും അതിനാലാണ് തങ്ങളുടെ സൈന്യബലം വർദ്ധിപ്പിച്ചതെന്നും പാക് പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫ് വാർത്താ ഏജൻസി റോയിട്ടേഴ്സിനോട് പറഞ്ഞു. IPL ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 14-കാരൻ വൈഭവ് സൂര്യവംശിയുടെ മികവിൽ 8 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങി ഗുജറാത്ത് 50 പന്തിൽ 84 റൺസെടുത്ത ശുഭ്മാൻ ഗില്ലിന്റെയും 26 പന്തിൽ പുറത്താവാതെ 50 റൺസെടുത്ത ജോസ് ബട്ട്ലറുടെയും മികവിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസെടുത്തു. കൂറ്റൻ വിജയലക്ഷ്യമായി ഇറങ്ങിയ രാജസ്ഥാൻ 38 പന്തിൽ 101 റൺസെടുത്ത വൈഭവ് സൂര്യവംശിയെയും 40 പന്തിൽ 70 റൺസെടുത്ത പുറത്താകുന്ന SSC ജയ്സ്വാളിന്റെയും വെടിക്കെട്ട് ബാറ്റിംഗിൽ മികവിൽ 15.5 ഓവർ ലക്ഷ്യം മറികടന്നു. IPL ഏറ്റവും വേഗതയേർന്ന 2ാമത്തെ സെഞ്ചുറി നേടിയ വൈഭവ് IPL സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടം കൂടി സ്വന്തമാക്കിയിട്ടുമുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.